നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സേതു ആണ്. SLM എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചാനലിൽ ഞാൻ സ്പോക്കൺ ഹിന്ദി, സ്പോക്കൺ ഇംഗ്ലീഷ് എല്ലാം പഠിപ്പിക്കാറുണ്ട്. ആദ്യം തമിഴിലും ഇംഗ്ലീഷിലാണ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. മലയാളത്തിൽ നേരത്തെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം എനിക്ക് സമയമില്ലായിരുന്നു. ഞാൻ ജനിച്ചത് ആലപ്പുഴയാണെങ്കിലും ഞാൻ വളർന്നത് എൻ്റെ പഠിത്തം ജോലിയെല്ലാം തമിഴ്നാട്ടിലായിരുന്നു. അതുകൊണ്ട് എൻ്റെ മലയാള വർത്തമാനത്തിൽ തമിഴിൻ്റെ ചോദിച്ചിട്ട് കൂടുതൽ ഉണ്ടാകും. അതുകൊണ്ട് ഇച്ചിരി സഹിക്കുക. എൻ്റെ പഠന രീതിയിൽ എൻ്റെ മലയാളം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വേറെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ സ്പോക്കൺ ഹിന്ദി മാത്രമല്ല, ബേസിക് ഹിന്ദി, ഗ്രാമർ, അതുകൂടാതെ CBSE, ICSE, സ്റ്റേറ്റ് ബോർഡ് എല്ലാ ഹിന്ദി പഠനത്തിനും ഞാൻ പഠിപ്പിക്കാൻ തയ്യാറാണ് മലയാളത്തിൽ. അത് നിങ്ങളുടെ ആഗ്രഹം പോലിരിക്കും, നിങ്ങളുടെ അനുഗ്രഹം പോലിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ മാസത്തിന് ഒരു വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ പഠന രീതികൾ എൻ്റെ മലയാളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് അടിക്കുക, നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 100% അല്ലെങ്കിൽ 80% ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പ്രയോജനമുള്ള ഒരു വീഡിയോ ആയിരിക്കും. പ്രത്യേകം ജോലി അന്വേഷിക്കുന്നവർക്കും ഹിന്ദി താല്പര്യമായിട്ട് പഠിക്കുന്നവർക്കും ഒരു വീഡിയോ തീർച്ചയായിട്ടും പ്രയോജനമുള്ള വീഡിയോ ഞാൻ ഉറപ്പു തരാൻ പറ്റും. ഇന്ന് ആദ്യത്തെ ക്ലാസ്സിലാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഇന്നിന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് സെൽഫ് ഇൻട്രോ ആണ്. ഹിന്ദിയിൽ സ്വയം നമ്മൾ എങ്ങനെ പരിചയപ്പെടുത്തുക, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ചില ഗ്രാമർ ടിപ്സുകൾ ഞാൻ ആദ്യം തരും. അതിനുശേഷം ഈ ഗ്രാമർ ടിപ്സുകൾ സെന്റൻസിൽ എങ്ങനെ നമ്മൾ പ്രയോഗിക്കുക ഞാൻ പഠിപ്പിച്ചു തരും. ഇപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, പാഠം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചില ഗ്രാമർ ടിപ്സുകൾ തരും. അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങനെ കേൾക്കുകയാണെങ്കിൽ പാഠം എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. ഇപ്പോൾ നമുക്ക് ടിപ്സ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, മേം എന്ന് വെച്ചാൽ ഞാൻ എന്നർത്ഥം. അതായത് ഹിന്ദിയിൽ മേമിന് തുടങ്ങുന്ന ഏതൊരു വാക്യവും അത് പ്രസന്റ് ടെൻസ് ആകുമ്പോൾ ഒരു ഹൂം എന്ന് ഒരു വാക്കുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. ഹൂം എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നർത്ഥം. അതായത് ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞാൽ മേം ഡോക്ടർ ഹൂം. ഞാൻ സേതുവാണെന്ന് പറഞ്ഞാൽ മേം സേതു ഹൂം. ഞാൻ അധ്യാപകനാണെന്ന് പറയുവാണെങ്കിൽ മേം അധ്യാപക് ഹൂം. അങ്ങനെയാണ് പറയേണ്ടത്. മനസ്സിലായോ? അടുത്ത് മേര, മേരെ, മേരി എന്ന് വെച്ചാൽ എൻ്റെ എന്നർത്ഥം. ഒരു വാക്യത്തിൽ നമ്മൾ ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നു, അവർ പ്രായം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ, നമ്മുടെ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ ആ എൻ്റെക്ക് വേണ്ടി ഹിന്ദിയിൽ മേര പ്രയോഗിക്കുക. ഉദാഹരണത്തിന് എൻ്റെ സഹോദരൻ, ഇതിൽ സഹോദരനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ മേര ബായി എന്ന് പറയും നമ്മൾ. എൻ്റെ സുഹൃത്ത് എന്ന് പറയുവാണെങ്കിൽ ഇവിടെ നമ്മൾ സുഹൃത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ മേര ദോസ്ത് അല്ലെങ്കിൽ മേര സഖ. എൻ്റെ മോൻ, ഇതിന് മോനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ മേര ലടുക്ക അങ്ങനെ പറയുക. അടുത്ത ഒരു വാക്യത്തിൽ നമ്മൾ ആരെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്, അവർ പുരുഷലിംഗം കൂടാതെ കുറെ പേരാണെങ്കിൽ, അതായത് പ്ലൂറൽ ആണെങ്കിൽ മേരെ പ്രയോഗിക്കുക. കൂടാതെ അവർ പ്രായം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ മേരെ പ്രയോഗിക്കുക. ഉദാഹരണത്തിന് എൻ്റെ അച്ഛൻ, ഇതിൽ നമ്മുടെ വാക്യത്തിൽ നമ്മുടെ അച്ഛനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ, മേരെ പപ്പ അല്ലെങ്കിൽ മേരെ പിതാജി അല്ലെങ്കിൽ മേരെ ബാപ്പ് പ്രയോഗിക്കാം. എൻ്റെ മാമൻ, മേരെ മാമാജി. എൻ്റെ മൂത്ത സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ, മേരെ ഭയ്യ. ഇങ്ങനെ പ്രയോഗിക്കണം. ചിലപ്പോൾ പുരുഷലിംഗം പ്ലൂറൽ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ പിള്ളേര്, മേരെ ലടുക്കി. എൻ്റെ സുഹൃത്തുക്കൾ, മേരെ ദോസ്ത്. അങ്ങനെ പ്രയോഗിക്കുക. മനസ്സിലായല്ലോ? അടുത്ത ഒരു വാക്യത്തിൽ നമ്മൾ ആരെക്കുറിച്ച് സംസാരിക്കുന്നത്, അവർ സ്ത്രീലിംഗമാണെങ്കിൽ അവർ പ്രായം കൂടുതലുള്ള ആളോ അല്ല പ്രായം കുറഞ്ഞ ആളോ, ഒരാളോ കുറേ പേരോ ഏതായാലും കുഴപ്പമില്ല. എൻ്റെക്ക് പകരം മേരി ഇട്ടാൽ മതി, പ്രശ്നം തീരണം. ഓക്കെ, ഇപ്പോൾ എൻ്റെ അമ്മ, ഇതിൽ വാക്യത്തിൽ ഈ അമ്മയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെക്ക് പകരം മേരി ഇടുക. എൻ്റെ സഹോദരികൾ, സഹോദരി എന്ന് വെച്ചാൽ ബഹൻ, സഹോദരികൾ എന്ന് വെച്ചാൽ ബഹനേൻ. എൻ്റെ സഹോദരികൾ മേരി ബഹനേൻ അങ്ങനെ പ്രയോഗിക്കുക. എൻ്റെ അമ്മുമ്മ, ഇതിലെ അമ്മുമ്മ സ്ത്രീലിംഗമില്ലേ, പ്രായം കൂടിയല്ലേ, അത് കുഴപ്പമില്ല. മേരി നാണി പ്രയോഗിക്കാൻ പറ്റും. ഓക്കെ, ഈ എൻ്റെ എന്നുള്ള വാക്കിന് പറഞ്ഞ് മാത്രമല്ല മേര, മേരി, മേരി പ്രയോഗിക്കേണ്ടത്. എനിക്കിത്ര സ്വത്തുകളുണ്ട്, എനിക്കിത്ര ഉടമകളുണ്ട്, എനിക്ക് 2 കണ്ണുണ്ട്, എനിക്ക് 2 കാലുണ്ട്, എനിക്ക് 2 കൈയുണ്ട്, എനിക്ക് ഇത്ര ആൺമക്കളുണ്ട്, എനിക്ക് ഇത്ര പെൺമക്കളുണ്ട്, എനിക്ക് ഇത്ര സഹോദരിമാരുണ്ട്, എനിക്ക് ഇത്ര സ്വത്തുകളുണ്ട് എന്ന് നമ്മുടെ ഉടമകളെക്കുറിച്ചും നമ്മുടെ സ്വത്തുക്കളെക്കുറിച്ചും നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചും നമ്മൾ പറയുമ്പോഴും ഈ മേര, മേരെ, മേരി പ്രയോഗിക്കണം. അവർക്ക് പുരുഷലിംഗമാണോ സ്ത്രീലിംഗമാണോ സിംഗുലറാണോ പ്ലൂറലാണോ അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഈ മേര, മേരെ, മേരി പ്രയോഗിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു വാക്യം നമുക്ക് കാണാം. എനിക്ക് 2 കണ്ണുകളുണ്ടെന്ന് പറയുമ്പോൾ ഈ കണ്ണിനുള്ള ഹിന്ദി വാക്ക് ആങ്കാണ്. ഇത് സ്ത്രീലിംഗമായിട്ട് പ്രയോഗിക്കുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് നമ്മൾ മേരി ഉപയോഗിക്കണം.
മേരി ദോ ആങ്കേം, കണ്ണെന്ന് പറയുവാണെങ്കിൽ ആങ്ക്, കണ്ണുകൾ എന്ന് പറയുവാണെങ്കിൽ ആങ്കേം. മേരി ദോ ആങ്കേം ഹൈം, ഇതിൽ നമ്മൾ ഹൈം കൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത്. എന്തുകൊണ്ട്? ഇപ്പം ഞാൻ മേംന്ന് തുടങ്ങുന്ന ഒരു വാക്യം ഹൂം കൊണ്ട് അവസാനിപ്പിക്കണം. അതുപോലെ തന്നെയാണ് ഒരു വാക്യത്തിൽ നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹേ വെച്ച് അവസാനിപ്പിക്കണം. ഹേ എന്ന് വെച്ചാൽ ഇസ് എന്നർത്ഥം. ഒരു വാക്യത്തിൽ സബ്ജക്റ്റ് പ്ലൂറൽ അല്ലെങ്കിൽ റെസ്പെക്ട് ആണെങ്കിൽ ഹേം കൊണ്ട് അവസാനിപ്പിക്കണം. ഹേ എന്ന് വെച്ചാൽ ആറെന്നർത്ഥം. ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി നമുക്ക് കാണാം. എനിക്ക് ഒരു മൂക്ക് ഉണ്ട് എന്ന് പറയുവാണെങ്കിൽ ഇതിൽ മൂക്ക് എന്നുള്ള ഹിന്ദി വാക്ക് നാക്കാണ്. ഇതൊരു പുരുഷലിംഗമാണ്. അപ്പോൾ ഒറ്റ മൂക്കല്ലേ ഉള്ളു. അപ്പൊ സിംഗുലർ മേര ഏക് നാക്ക് ഹേ. മൂക്ക് സിംഗുലർ ആയത് കാരണം നമ്മൾ ഹേ കൊണ്ട് അവസാനിപ്പിക്കണം. അടുത്ത് ഹിന്ദിയിൽ നമ്മൾ ഒരു സ്ഥലത്തിന്റെ പേര് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഇൽ വരുവാണെങ്കിൽ, അതായത് തൃശ്ശൂർ ആണെങ്കിൽ ഹിന്ദിയിൽ തൃശ്ശൂർ തന്നെയാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ അങ്ങനെ പറയുമ്പോൾ തൃശ്ശൂർ മേം അങ്ങനെ നമ്മൾ പറയണം. ആ സ്ഥലത്തിന്റെ പേരിലൂടെ മേം ചേർക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വീട്ടിലാണ് എന്ന് പറയുവാണെങ്കിൽ മേം, വീട് എന്ന് വെച്ചാൽ ഗർ, വീട്ടിലാണെങ്കിൽ പറയാം ഗർ മേം. അവസാനിപ്പിക്കുക ഹൂം, മേം ഗർ മേം ഹൂം അങ്ങനെ പറയണം. ഞാൻ തൃശ്ശൂരിലാണെന്ന് പറയുവാണെങ്കിൽ മേം തൃശ്ശൂർ മേം ഹൂം അങ്ങനെ പറയുക. ഇപ്പൊ ടിപ്സ് ഒക്കെ തീർന്ന് നമുക്കിപ്പോ പാഠത്തിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഇംപ്ലിമെന്റേഷനിൽ കിടക്കാം. അതായത് നമുക്ക് വാക്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഗ്രാമർ ടൂൾസ് പ്രയോഗിക്കേണ്ടതെന്ന് കാണാം. ഒരു മലയാള വാക്കിനെ എങ്ങനെയാണ് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ സ്പോക്കൺ ഹിന്ദി വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ നമുക്ക് വാക്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ വാക്യം, നമസ്കാരം, എൻ്റെ പേര് സേതു. നമസ്കാരത്തിന് ഹിന്ദിയിൽ നമസ്തേ. എൻ്റെ പേര്, എൻ്റെ എന്ന് വെച്ചാൽ എന്താണ്? മേര. ഇതിൽ എന്തുകൊണ്ടാണ് നമ്മൾ മേര പ്രയോഗിക്കേണ്ടത്? മേരി മേരെ പ്രയോഗിച്ചൂടെ? ഇപ്പൊ പേരെന്നുള്ള വാക്കിന് ഹിന്ദിയിലുള്ള വാക്ക് നാമാണ്. ഹിന്ദിയിൽ ഇത് നാമുള്ള വാക്ക് പുരുഷലിംഗമാണെന്നൊക്കെ ചോദിക്കാൻ പറ്റും. ഹിന്ദിയിൽ എല്ലാ വാക്യവും നമ്മൾ ലിംഗഭേദം ചെയ്യും. നമ്മൾ മൃഗമായാലും പക്ഷിയായാലും മരമായാലും ചെടിയായാലും പൂവായാലും മനുഷ്യനായാലും ആണായാലും പെണ്ണായാലും ജീവനുള്ള വസ്തുവായാലും ജീവനില്ലാത്ത ഒരു വസ്തുവായാലും എല്ലാത്തിനും നമ്മൾ ലിംഗഭേദത്തിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ ഈ നാമുള്ള ഒരു വാക്ക് ഹിന്ദിയിൽ പുരുഷലിംഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ മേര പ്രയോഗിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് സെന്റൻസ് മുഴുവനും കാണാം. മേരാ നാം സേതുനാഥ് ഹേ, മേരാ നാം സേതുനാഥ് ഹേ. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഹേ കൊണ്ട് അവസാനിപ്പിക്കുന്നത്? പേരെന്നുള്ള വാക്ക് സിംഗുലർ, അതുകൊണ്ടാണ് നമ്മൾ ഹേ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. അടുത്ത വാക്യം, ഞാൻ സേതു. ഞാനുള്ള വാക്കിന് ഹിന്ദിയിൽ എന്താണ്? മൈം. സേതു എങ്ങനെ അവസാനിപ്പിക്കേണ്ടത്? ഹൂം. മേം സേതു ഹൂം, മേം സേതു ഹൂം. ഞാൻ ഡോക്ടറാണ്. मैं डॉक्टर हूँ, मैं डॉक्टर हूँ. ഞാൻ इंजीनियर अल्ल, मैं इंजीनियर नहीं हूँ, मैं इंजीनियर नहीं हूँ. ഞാൻ അധ്യാപകനാണ്. मैं अध्यापक हूँ, मैं अध्यापक हूँ. എൻ്റെ അമ്മ സുഖമാണ്. എൻ്റെ അമ്മ, ഇതിലെ അമ്മയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അമ്മ സ്ത്രീലിംഗമില്ലേ, അതുകൊണ്ട് മേരി മാ. സുഖത്തിന് ഹിന്ദിയിൽ എന്താണ്? കുശൽ അല്ലെങ്കിൽ ടീക്ക് പ്രയോഗിക്കുക. എങ്ങനെ അവസാനിപ്പിക്കേണ്ടത്? ഹേം. അമ്മ ഒരു പ്രായം കൂടിയല്ലേ, അതുകൊണ്ട് ഹേം പ്രയോഗിക്കുന്നു. ഇപ്പൊ സെന്റൻസ് മുഴുവനും പറയുക, മേരി മാ കുശൽ ഹേം അല്ലെങ്കിൽ മേരി മാ ടീക്ക് ഹേം. എൻ്റെ അച്ഛൻ സുഖമാണ്. ഇതിൽ അച്ഛനെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ. അപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുവാണെങ്കിൽ എൻ്റെക്ക് ശേഷം ഏത് വാക്കാണ് നോക്കുക. അത് പുരുഷലിംഗമാണോ സ്ത്രീലിംഗമാണോ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കി ആ മേര മേരി മേരി പ്രയോഗിക്കുക. വളരെ എളുപ്പമുള്ള കാര്യമാണിത്. ഇപ്പൊ എൻ്റെക്ക് ശേഷം അച്ഛനാണുള്ളത്. അച്ഛൻ റെസ്പെക്ട് ആണ്. അതുകൊണ്ട് മേരെ പപ്പ അല്ലെങ്കിൽ മേരെ പിത അല്ലെങ്കിൽ മേരെ പാപ്പ്. കുശൽ അല്ലെങ്കിൽ ടീക്ക് ആണെന്ന് പറയുന്നത് ഹേം.
അപ്പോൾ സെൻറ്റൻസ് മുഴുവനും പറയുക മേരെ പപ്പ കുശൽ ഹൈ അല്ലെങ്കിൽ മേരെ പപ്പ ടീക് ഹൈ. അടുത്ത എൻ്റെ അമ്മയും സുഖമാണ്. ഇതിൽ അമ്മയും അതായത് ആൾസോ എന്ന് പറയും ഇംഗ്ലീഷിൽ, മമ്മി ആൾസോ. ഈ ആൾസോക്ക് ഹിന്ദിയിൽ എന്താണ് ബി. അപ്പോൾ സെൻറ്റൻസിൽ പ്രയോഗിച്ച് നോക്ക്, മേരി മാ ബി കുശൽ ഹൈ, മേരി മാ ബി കുശൽ ഹൈ. എൻ്റെ അച്ഛൻ അമ്മ രണ്ടുപേരും സുഖമാണ്. എൻ്റെ അച്ഛൻ അമ്മ പ്ലൂറലാണ്. അതുകൊണ്ട് മേരെ പപ്പ മാ, മേരെ പപ്പ മാ, ഈ രണ്ടുപേരുള്ള ഹിന്ദിയിൽ ദോണവും. സുഖത്തിന് എന്താണ് ടീക് അല്ലെങ്കിൽ കുശൽ ആണ്, ഹേം. അപ്പൊ സെന്റൻസ് മുഴുവനും പറയുക മേരെ പപ്പ മാ ദോണോ കുശൽ ഹേ, മേരെ പപ്പ മാ ദോണോ കുശൽ ഹേ. ഈ വാക്യം നമുക്ക് ഇങ്ങനെയും പറയാം, എൻ്റെ അച്ഛനും അമ്മയും സുഖമാണ്. ഇതിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇടയ്ക്ക് അണ്ട് വരുന്നുണ്ട്. അപ്പൊ അണ്ടിന് ഹിന്ദിയിൽ ഔറാണ്. അപ്പൊ നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ പ്രയോഗിക്കാൻ നോക്കാം. യും എന്നുള്ളതിന് അണ്ട് വരും. അപ്പൊ മേരെ പപ്പ ഔർ മാ സുഖമാണ്, കുശൽ ഹേം. ഇപ്പൊ സെന്റൻസ് മുഴുവനും പറയുക മേരെ പപ്പ ഔർ മാ കുശൽ ഹേം, മേരെ പപ്പ ഔർ മാ കുശൽ ഹേം, അല്ലെങ്കിൽ മേരെ പപ്പ ഔർ മാ ടീക് ഹേം. എനിക്കൊരു മൂത്ത സഹോദരനുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ചേട്ടനുണ്ട്. ഇതിൽ ചേട്ടൻ വലിയ ആളല്ലേ, അപ്പൊ നമ്മൾ പ്രായം കൂടുതലുള്ള ആളാണ്. അപ്പോൾ മേരെ ഏക് ഭയ്യ ഹേം, മേരെ ഏക് ഭയ്യ ഹേം. ചേട്ടൻ പ്രായമുള്ള ആൾ കാരണം നമ്മൾ ഹേം പ്രയോഗിക്കണം. അനിയനാണെങ്കിൽ ഹേ പ്രയോഗിച്ചാൽ മതി. എനിക്കൊരു സഹോദരി ഉണ്ട്, മേരി ഏക് ബഹൻ ഹൈ, മേരി ഏക് ബഹൻ ഹൈ. എനിക്കൊരു മൂത്ത പെങ്ങളുണ്ട്. ഇതിൽ മൂത്ത പെങ്ങളുടെ ഹിന്ദിയിൽ ദീദിയാണ്. അപ്പൊ ഇതിനും മേരിയാണ് പ്രയോഗിക്കേണ്ടത്. അപ്പൊ മേരി ഏക് ദീദി ഹൈം. ഈ ദീദി പ്രായം കൂടുതലുള്ള ആളല്ലേ, അത് റെസ്പെക്ട് അല്ലേ, അതുകൊണ്ട് ഹൈം പ്രയോഗിക്കണം. അപ്പൊ സെന്റൻസ് ഒരു ദിവസം കൂടി പറയുക മേരി ഏക് ദീദി ഹൈം, മേരി ഏക് ദീദി ഹൈം. ഈ രണ്ട് വാക്യം ഞാൻ ഒന്നുകൂടി ചേർത്ത് പറയാൻ പോവുകയാണ്. എനിക്ക് ഒരു ചേട്ടനും ഒരു ചേച്ചിയും ഉണ്ട്. ഒരു ചേട്ടനും ഒരു ചേച്ചി രണ്ടും കൂടെ ആകുമ്പോൾ പ്ലൂറലാണ്. അപ്പൊ മേരെയാണ് പ്രയോഗിക്കേണ്ടത്. അപ്പൊ മേരെ ഏക് ഭയ്യ और एक दीदी हैं, मेरे एक भैया और एक दीदी हैं. എൻ്റെ ചേട്ടൻ്റെ പേര് ശശി, മേരെ ഭയ്യ. ഇതിൽ ഇൻഡേ വരുന്നുണ്ട്, എൻ്റെ ചേട്ടൻ ഉണ്ട്. അപ്പൊ ഇൻഡേ എന്നുള്ളതിന് ഹിന്ദിയിൽ കാ കെ കി ആണ്. ഏതെങ്കിലും ഒന്നാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. ഇൻഡയ്ക്ക് ശേഷം പുരുഷലിംഗം സിംഗുലർ ആണെങ്കിൽ കാ പ്രയോഗിക്കുക. ഇൻഡയ്ക്ക് ശേഷം സ്ത്രീലിംഗം സിംഗുലർ പ്ലൂറൽ ഏതായാലും കീ പ്രയോഗിക്കുക. ഇൻഡയ്ക്ക് ശേഷം പുരുഷലിംഗം റെസ്പെക്ട് അല്ലെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ കെ പ്രയോഗിക്കുക. ഇതിൽ ഇൻഡയ്ക്ക് ശേഷം എന്താ ഉള്ളത്, പേര്. പേര് എന്നുള്ളത് സിംഗുലർ, മാസ്കുലിൻ സിംഗുലർ ആണ്. അപ്പൊ കായാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. അപ്പൊ ശശിക്ക് ശശി തന്നെയാണ്. ഇത് സിംഗുലർ, ഈ പേര് എന്നുള്ളത് സിംഗുലർ ആണ്. അതുകൊണ്ട് നമ്മൾ ഹേ കൊണ്ട് അവസാനിപ്പിക്കണം. അപ്പൊ നമ്മൾ സെന്റൻസ് എങ്ങനെ മുഴുവൻ പറയേണ്ടത്, എൻ്റെ ചേട്ടൻ്റെ പേര് ശശി, മേരെ ഭയ്യ കാ നാം ശശി ഹൈ, മേരെ ഭയ്യ കാ നാം ശശി ഹൈ. അപ്പൊ എൻ്റെ ചേച്ചിയുടെ പേര് ഗായത്രി. എൻ്റെക്ക് എന്താണ് മേരി പ്രയോഗിക്കുന്നത്. എന്തുകൊണ്ട് ഈ ചേച്ചി സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് മേരി, മേരി ബഹൻ കാ നാം. ഈ പേരെന്നുള്ള വാക്കിന് കാ നാം പ്രയോഗിച്ചാൽ മതി, ഒന്നും ഓർക്കണ്ട. മേരി ബഹൻ കാ നാം ഗായത്രി ഹൈ. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ പേര് ഗോപിനാഥ്, മേരി പപ്പ കാ നാം ഗോപിനാഥ് ഹൈ. എൻ്റെ അമ്മയുടെ പേര് ആനന്ദവല്ലി, മേരി മാ കാ നാം ആനന്ദവല്ലി ഹൈ. ഇപ്പൊ മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ ഇപ്പോൾ കേരളത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കേരളത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ ഹിന്ദിയിൽ എന്താണ് മയം, ഇപ്പോ ഹിന്ദിയിൽ എന്താണ് അബ്. കേരളത്തിൽ, കേരള മേം, ആണ് ഉണ്ടെന്നുള്ളത് ഹൂം. അപ്പൊ സെന്റൻസ് മുഴുവനും പറയുക മേം അബ് കേരള മേം ഹൂം, മേം അബ് കേരള മേം ഹൂം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ വീട്ടിലാണ്, മേം അബ് ഗർമേം ഹൂം, മേം അബ് ഗർമേം ഹൂം. ഞാനിപ്പോൾ ഓഫീസിലാണ്, മേം അബ് ഓഫീസ് മേം ഹൂം, മേം അബ് ഓഫീസ് മേം ഹൂം. ഈ ഓഫീസിന് ഹിന്ദിയിൽ കാര്യാലയം അല്ലെങ്കിൽ ദഫ്തർ പ്രയോഗിക്കാം. അങ്ങനെ ഒന്ന് പ്രയോഗിച്ച് നോക്കുക. മേം അബ് ദഫ്തർ മേം ഹൂം, മേം അബ് കാര്യാലയ മേം ഹൂം. അടുത്ത വാക്യം, ഞാൻ SLM കമ്പനിയിൽ മാനേജറാണ്. ഇതിൽ ഞാൻ എന്താണ് മൈം. SLM കമ്പനിയിൽ, SLM കമ്പനി മേം. മാനേജറിന് മാനേജർ തന്നെയാണ് മാനേജർ. ആണെന്ന് പറഞ്ഞത് ഹൂം. അപ്പോൾ സെൻറ്റൻസ് പിന്നെ ഒരു രസം കൂടി പറയാം. मैम SLM कंपनी में मैनेजर हूँ, मैम SLM कंपनी में मैनेजर हूँ. ഞാൻ ഫെഡറൽ ബാങ്കിൽ കാഷ്യറാണ്,
मैं फेडरल बैंक में कैशियर हूँ അല്ലെങ്കിൽ ഞാൻ ഫെഡറൽ ബാങ്ക് में रोकड़िया हूँ मैं फेडरल बैंक में ക്രോക്കഡിയ ഹൂം. ഞാൻ സ്വന്തമായിട്ട് SLM കമ്പനി പ്രവർത്തിച്ചിട്ട് വരുവാണ്. ഞാൻ ഹിന്ദിയിൽ മൈം SLM കമ്പനി സ്വന്തമായിട്ട് പ്രവർത്തിക്കുക. ഇതിനെന്താണ് ഹിന്ദിയിൽ തൽക്കാലത്തേക്ക് ചാളാന്നുള്ള ഒരു വാക്ക് മതി. നടത്തിക്കൊണ്ട് വരികയാണ്. അതൊക്കെ രഹാ ഹൂം ചലാ രഹാ ഹൂം. मैं SLM കമ്പനി ചലാ രഹാ ഹൂം. मैं SLM കമ്പനി ചലാ രഹാ ഹൂം. ഞാനൊരു കമ്പ്യൂട്ടർ സ്ഥാപനം പ്രവർത്തിച്ചിട്ട് വരികയാണ്. मैं ये कंप्यूटर सेंटर चला रहा हूँ. मैं एक कंप्यूटर सेंटर चला रहा हूँ. ഞാനൊരു സർക്കാർ ജീവനക്കാരനാണ്. मैं ഒരു എന്താണ് ഏക് സർക്കാരിന് എന്താണ് സർക്കാരി ജീവനക്കാരൻ എന്താണ് കർമ്മചാരി ഹൂം കൊണ്ട് അവസാനിക്കണം. അപ്പോൾ സെന്റൻസ് മുഴുവനും പറയുക. मैं एक सरकारी कर्मचारी हूँ. मैं एक सरकारी कर्मचारी हूँ. ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് ആണ്. ഞാൻ എന്താണ് मैं ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഏക് നിജി കമ്പനി മെയിൻ അക്കൗണ്ടന്റിന് എന്താണ് അക്കൗണ്ടന്റ് എന്ന് പറയാം. അക്കൗണ്ടന്റ് എങ്ങനെ അവസാനിപ്പിക്കേണ്ടത് ഹൂം. അപ്പോൾ സെന്റൻസ് ഓപ്പറേഷൻ കൂടി മുഴുവനും പറയുക. मैं एक प्राइवेट कंपनी में अकाउंटेंट हूँ. मैं एक प्राइवेट कंपनी में अकाउंटेंट हूँ. എനിക്കൊരു മോൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉടമയിൽ നമ്മുടെ സ്വന്തങ്ങളെ പറയുമ്പോൾ മേര മേരി അല്ലെങ്കിൽ മേരാണ് പ്രയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിൽ എനിക്കൊരു മോൻ മാസ്കുലിൻ സിംഗുലർ ആണ്. അത് കാരണം മേരാ ഏക് ലഡ്ക ഹൈ അല്ലെങ്കിൽ മേരാ ഏക് ബേട്ട ഹൈ. എൻ്റെ മോൻ്റെ പേര് അക്ഷയ്നാഥ്. എൻ്റെ മോൻ്റെ പേര് അക്ഷയ്നാഥ്. എൻ്റെ മോൻ മേരാ ബേട്ട അല്ലെങ്കിൽ മേരാ ലഡ്ക. ഇവിടെ പേര് എന്ന് പറഞ്ഞാൽ കാ നാം മതി. അത് എപ്പോഴും ഓർത്ത് വെക്കുക. ഒരു പുരുഷൻ പറയുവാണെങ്കിലും ശരി ഒരു സ്ത്രീ പറയുവാണെങ്കിലും ശരി ഇവിടെ പേര് എന്ന് പറയുമ്പോൾ കാ നാം പ്രയോഗിക്കുക. എൻ്റെ മോൻ്റെ പേര് മേരെ ലഡ്ക കാ നാം അല്ലെങ്കിൽ എൻ്റെ മേരെ ബേട്ട കാ നാം അക്ഷയ്നാഥ് ഹേ. അപ്പോൾ സെന്റൻസ് ഓവ്യാസം കൂടി മുഴുവനും പറയുക. മേരാ ലഡ്ക കാ നാം അക്ഷയ്നാഥ് ഹേ അല്ലെങ്കിൽ മേരാ ബേട്ട കാ നാം അക്ഷയ്നാഥ് ഹേ. എൻ്റെ ചേട്ടന് ഒരു മോനും ഒരു മോളും ഉണ്ട്. ഇത് സ്വന്തത്തിനെ കുറിച്ച് പറയുകയാണ്. പ്ലൂറലാണ്. അതുകൊണ്ട് മേരെ ബയ്യ. അടുത്ത് യുഡേ വരുന്നുണ്ട്. യുഡേക്ക് ശേഷം ഒരു മോൻ ഒരു മോൾ പ്ലൂറലാണ്. അപ്പോൾ കെ പ്രയോഗിക്കുക. മേരെ ബയ്യ കെ ഒരു മോനും ഒരു മോളും. ഏക് ബേട്ട ഔർ ഏക് ബേട്ടി ഉണ്ട്. അപ്പോൾ ഇത് പ്ലൂറലാണ്. അതുകൊണ്ട് ഹേം. അപ്പോൾ സെന്റൻസ് ഒരു ദിവസം കൂടി മുഴുവനും പറയുക. മേരെ ബയ്യ കെ ഏക് ബേട്ട ഔർ ഏക് ബേട്ടി ഹേം. മേരെ ബയ്യ കെ ഏക് ബേട്ട ഔർ ഏക് ബേട്ടി ഹേം. എൻ്റെ ചേച്ചിക്ക് 2 മോനുണ്ട്. എൻ്റെ ചേച്ചിക്ക് മേരി ദീദി 2 മോൻ. അപ്പോൾ കെ ആണ് പ്രയോഗിക്കേണ്ടത്. അപ്പോൾ മേരി ദീദി കെ 2 ബേട്ടെ ഹേം. മേരി ദീദി കെ 2 ബേട്ടെ ഹേം. എൻ്റെ ചേട്ടൻ ചെന്നൈയിലാണ് അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ ചെന്നൈയിലുണ്ട് അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ ചെന്നൈയിലായിരിക്കുന്നത്. മേരെ ബയ്യ ചേട്ടൻ മൂത്ത ആളല്ലേ. അതുകൊണ്ട് മേരെ ബയ്യ ചെന്നൈ മേം ഹേം. മേരെ ബയ്യ ചെന്നൈ മേം ഹേം. എൻ്റെ ചേട്ടൻ ചെന്നൈയിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. സെന്റൻസിൽ നീളം കൂടുതലല്ലേ, നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. എൻ്റെ ചേട്ടൻ എന്താണ് മേരെ ബയ്യ ചെന്നൈ മേം ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ. ഈ ഇംഗ്ലീഷ് വാക്കുകൾ അങ്ങനെ നമുക്ക് ഹിന്ദിയിൽ പ്രയോഗിക്കാം. അതൊന്നും കുഴപ്പമില്ല. ഏക് സോഫ്റ്റ്വെയർ കമ്പനി മേം ജോലി ചെയ്യുന്നു. കാം കർത്തേ. ഒരു പ്രായം കുറഞ്ഞ ആളാണെങ്കിൽ കാം കർത്ത. പിന്നെ ആണെങ്കിൽ കാം കർത്തി. ഇപ്പൊ പ്രായം കൂടിയല്ലേ അപ്പോൾ കാം കർത്തേ. അവസാനിപ്പിക്കുമ്പോൾ ബഹുമാനമായത് കാരണം ഹേം കൊണ്ട് അവസാനിപ്പിക്കുക. ഇപ്പോൾ സെന്റൻസ് ഒരു ദിവസം കൂടി മുഴുവനും പറയുക. മേരെ ബയ്യ ചെന്നൈ में एक सॉफ्टवेयर कंपनी में काम करते हैं. मेरे भैया चेन्नई में एक सॉफ्टवेयर कंपनी में काम करते हैं. അടുത്ത വാക്യം. എൻ്റെ ചേട്ടൻ IOB ബാങ്കിൽ മാനേജറാണ്. എൻ്റെ ചേട്ടൻ IOB ബാങ്കിൽ മാനേജറാണ്. ഇപ്പം മേരെ ഭയ്യ IOB ബാങ്കിൽ IOB ബാങ്ക് മേം മാനേജർ അല്ലെങ്കിൽ പ്രബന്ധക് പ്രയോഗിക്കുക. ആണ് ഹേം. ആ റെസ്പെക്ട് ബഹുമാനത്തിന് വേണ്ടി ഹേം. അപ്പോൾ സെന്റൻസ് മുഴുവനും പറയുക. मेरे भैया IOB बैंक में मैनेजर हैं. मेरे भैया IOB बैंक में मैनेजर हैं. എൻ്റെ ചേച്ചി കൊച്ചിയിലാണ്. മേരി ദീദി കൊച്ചി മേം ബഹുമാനമല്ല. അതുകൊണ്ട് ഹേം കൊണ്ട് അവസാനിപ്പിക്കുക. മേരി ദീദി കൊച്ചി മേം ഹൈം. മേരി ദീദി കൊച്ചി മേം ഹൈം. എൻ്റെ ചേച്ചി ഒരു ഹൗസ് വൈഫാണ്. അപ്പം മേരി ദീദി ഏക് ഗൃഹസ്വിനി ഹൈം.
അത് ഗ്രഹസ്ത്രീ ഹൈം, ഗ്രഹസ്ത്രീ അല്ലെങ്കിൽ ഗ്രഹസ്വിനി, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഹൗസ് വൈഫ് തന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞു. മേരി ദീദി ഈ ഗ്രഹസ്ത്രീ ഹൈം അല്ലെങ്കിൽ മേരി ദീദി ഹൗസ് വൈഫ് ഹൈം. എൻ്റെ ചേച്ചി ഒരു സർക്കാർ ജീവനക്കാരിയാണ്. മേരി ദീദി ഒരു സർക്കാർ ജീവനക്കാരി, ഏക് സർക്കാരി കർമ്മചാരി. ഹേം കൊണ്ട് അവസാനിപ്പിക്കുക, ബഹുമാനമല്ലേ? അപ്പോൾ സെൻറ്റൻസ് മുഴുവനും പറയുക. മേരി ദീദി ഏക് സർക്കാരി കർമ്മചാരി ഹേം, മേരി ദീദി ഏക് സർക്കാരി കർമ്മചാരി ഹേം. എൻ്റെ ചേച്ചി ഒരു പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപികയാണ്. ഇത് ഇച്ചിരി നീളം കൂടുതലുള്ള സെൻറ്റൻസ് ആണ്, ഒന്ന് ശ്രമിച്ച് നോക്ക്. എൻ്റെ ചേച്ചി മേരി ദീദി ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഏക് നിജി സ്കൂൾ മേം അധ്യാപികയാണ്, അധ്യാപിക. അവസാനിപ്പിക്കുമ്പോൾ ഹേം. അപ്പോൾ സെൻറ്റൻസ് മുഴുവനും പറയുക. മേരി ദീദി ഏക് നിജി സ്കൂൾ മേം അധ്യാപിക ഹൈം, മേരി ദീദി ഏക് നിജി സ്കൂൾ മേം അധ്യാപിക ഹൈം. ഇത് ഇങ്ങനെയും പറയാം. എൻ്റെ ചേച്ചി ഒരു പ്രൈവറ്റ് സ്കൂളിൻ്റെ അധ്യാപികയാണ്. ഇവിടെ ഇന്ത്യ വരുന്നുണ്ട്. മേരി ദീദി ഏക് നിജി സ്കൂൾ കി അധ്യാപിക ഹൈം. ഇവിടെ വരുന്നത് കാരണം അധ്യാപിക പിന്നെ സ്ത്രീലിംഗമല്ല, അതുകൊണ്ട് കീ പ്രയോഗിക്കുക. മേരി ദീദി ഏക് നിജി സ്കൂൾ കി അധ്യാപിക ഹൈം, മേരി ദീദി ഏക് നിജി സ്കൂൾ കി അധ്യാപിക ഹൈം. ഓക്കെ സുഹൃത്തുക്കളെ, ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചു. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ കമൻറ്റുകൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടുക. ക്ലാസ് എങ്ങനെയാണെന്ന് പറയുക. നിങ്ങളുടെ സജഷൻ നിർദ്ദേശങ്ങൾ എനിക്കൊന്ന് പറയുക. ഈ പ്രോഗ്രാം, ഈ പരിപാടി, ഈ പഠനം, ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളൊന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരു പ്രയോജനമുള്ള ക്ലാസ്സാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്കും ഹിന്ദി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കും. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ധന്യവാദം.